കേരളത്തിലെ മുഖ്യമന്ത്രി എപ്പം ഉണ്ടാകും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ 4 വഴി ഉയരുന്നത്. ഞാനിന്ന് രാവിലെ കയറി ഓട്ടോറിക്ഷയിലെ ഡ്രൈവറിൻ്റെ അടുത്ത് വെച്ചു, ഇത് എപ്പോഴാണ് മുഖ്യമന്ത്രി വരിക. അതുപോലെ നമ്മുടെ വഴി കാണുന്നവർ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാ നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, നമ്മളൊരു പക്ഷേ നേരത്തെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവർ പലരും നമ്മെ വിളിച്ച് ചോദിക്കുന്നത്. ജനങ്ങൾ പലരും അക്ഷമയോടെ, അതായത് അവരുടെ ക്ഷമ കിട്ടും. അക്ഷമ എന്ന വാക്കിനേക്കാൾ നല്ലത് അവരുടെ ക്ഷമ കഴിഞ്ഞ കിട്ടും. തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന്, ഇന്ന് അടുത്ത തിങ്കളാഴ്ചയായി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കുറിപ്പായിരുന്നു, തമിഴ്നാട്ടിൽ TV-ക്ക് ഒറ്റകക്ഷിയായി മാറിയെങ്കിലും അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. അവര് പോലും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു, അധികാരത്തിൽ വന്നു, അവിടെ കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ നീങ്ങി. നമ്മുടെ ഇവിടെ 102 സീറ്റ് നേടി വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ട് പോലും കോൺഗ്രസിന് ഇതുവരെ അവരെ കൊണ്ട് മുഖ്യമന്ത്രി കോൺഗ്രസ്സായി തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കോൺഗ്രസിൽ ഈ രസകര കാര്യം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വിചിത്രമായ ഒരു കാര്യം, കേരളത്തിൽ ഈ 100-ൽ കൂടുതൽ സീറ്റ് കൊണ്ട് ആരെങ്കിലും ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെ ഇവ പോയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു നമുക്കൊരു വെറുതെ ഒരു അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ പറയല്ല. ഇത് നേരത്തെ സംഭവിച്ചത്. ഇപ്പോൾ 67-ലെ EMS മന്ത്രിസഭ, ആ സപ്ത കക്ഷി മന്ത്രിസഭ 117 സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. 117 സീറ്റ്. അന്ന് 133 നിയമസഭാ സീറ്റ്, 140 ഇല്ല. 117 സീറ്റും കൊണ്ട് വന്ന് അവരവസാനം താഴെ വീണു. 77-ൽ അന്ന് ഐക്യമുന്നണി, കോൺഗ്രസിൻ്റെ മുന്നണി, അന്ന് CPI ഒക്കെ കോൺഗ്രസിന് പോകണം, അവരന്ന് 110 സീറ്റും കൊണ്ടാണ് അവർ ജയിച്ചുകൊണ്ടുവന്നത്. ആ ഒരു 77 തൊട്ട് 82 വരെ പോകേണ്ട നിയമസഭ 80-ൽ തീർന്നു. അതിനിടയ്ക്ക് എത്ര മന്ത്രിസഭ വന്നു? കെ കരുണാകരൻ, അത് കഴിഞ്ഞ് AK ആന്റണി, അത് കഴിഞ്ഞ് PK, അത് കഴിഞ്ഞ് CH മുഹമ്മദ്. ഒന്നും എത്തിയതുമില്ല. 100 സംഖ്യ നമ്മെ സംബന്ധിച്ചോളം ഇതൊരു അപശകുനമായി നമ്മൾ മാറുമോ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമയമാണത്. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥരാണ്. അതുപോലെ ഇപ്പോൾ പരസ്യമായി വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്ന മുസ്ലിം ലീഗാണ്. സാധാരണ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ പരമാവധി തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് അവരുടെ രീതി. ഇപ്പോൾ ഈ തർക്കം ഇത്രയും രൂക്ഷമായ ഘട്ടത്തിലാണ് അവരും പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. കടുത്ത ഭാഷ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. P. അബ്ദുൽ ഹമീദ് MLA ആയിരുന്ന ആളാണ്. അദ്ദേഹം മലപ്പുറത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നാട്ടുകാർ നമ്മളെ കൈവയ്ക്കുന്നുള്ള അവസ്ഥയിൽ എത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സൂചന. കാരണം ഇത് ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കൊടുത്തിട്ട് ഉരുണ്ടിരുന്നെങ്ങാനുമാണ് ഭൂരിപക്ഷമാക്കി പിന്നെ പറഞ്ഞ് സഹിക്കാം. പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ ഭൂരിപക്ഷം ആവശ്യത്തിനില്ലാതിരുന്ന തമിഴ്നാട്ടിൽ പോലെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കി മന്ത്രിസഭ രൂപീകരിച്ചത് പറഞ്ഞത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നിട്ട് 100 ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഓരോ നേതാക്കന്മാരുടെ ആഗ്രഹത്തിന് വേണ്ടി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നുള്ള ചോദ്യം സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ വ്യാപകമായി തന്നെ വരുന്നുണ്ട്. ഇപ്പം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള ഒരു അമർഷം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് വ്യക്തമാണ്. അല്ല, ഇത് സത്യമാണ്. എനിക്കറിയാവുന്ന പല കോൺഗ്രസിൻ്റെ നേതാക്കളും പറയുന്നുണ്ട് അവരുടെ പല സ്ഥാനാർത്ഥികളും ഈ ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആഘോഷിക്കാൻ പോകാൻ വിസമ്മതിക്കുന്നു. ഒരു വിഷമമാണെന്നാണ് അവർക്ക്. കാരണം ആൾ പിടിച്ചേറി ചോദിക്കും, അവിടെ സത്യം പറഞ്ഞ മുഖ്യമന്ത്രി ആരാണ് എന്ന് സത്യം പറഞ്ഞാൽ ചോദിക്കും. അത് പറയാൻ കഴിയുന്നില്ല. എങ്ങനെ കഴിയും? ഇന്ന് ചാനലൊരു വിഷയമുണ്ട്, KM അഭിജിത്ത്, നല്ലൊരു ചെറുപ്പക്കാരനായ ഒരു നേതാവ് കോൺഗ്രസ് ജയിച്ചു വന്നു. അഭിജിത്ത് വേറെ സ്ഥലത്ത് നിന്ന് ആളുകളെ ചുറ്റും കൂടി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ MLA മാർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ VD സതീശനും KC വേണുഗോപാലിനും ഉള്ള ആ പിന്തുണയാണ്. കാരണം ജനങ്ങൾ സ്വാഭാവിക പിന്തുണയുള്ളത് എന്തായാലും VD സതീശന് തന്നെയാണ്. അപ്പോൾ എന്നാൽ MLA മാർ പരസ്യ പിന്തുണ അറിയിച്ചിരിക്കുന്നത് KC വേണുഗോപാലാണ്. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടെടുത്ത ഒരു MLA ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കും ജനങ്ങളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ്. ഈ സത്യത്തിൽ ഈ VD സതീശന് വേണ്ടി തെരുവിൽ ഇറങ്ങി ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയവരെല്ലാവരും കോൺഗ്രസ്സുകാരാണോ പൊതുജനങ്ങളാണോ എന്നൊക്കെ സംശയമുണ്ട്. ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുക കലക്കവളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ച ചില സംഘടനകൾ കേരളത്തിലുണ്ട്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ സമരത്തിന് ഇറങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ റോഡിൽ കിടന്ന് വെള്ളം വയ്ക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നാൻ ഒരു കോൺഗ്രസ്സുകാരാണോ എന്നല്ല. എനിക്ക് ഏറ്റവും അതിന് പ്രധാന കാരണമായി ഞാൻ കാണിക്കുന്ന ഒരു സംഭവം, ഉദാഹരണം കാണിക്കുന്ന ഒരു സംഭവം, ഉമ്മൻചാണ്ടിയുടെ ബാനർ വലിച്ചു കയറി. ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരൻ താഴെ KC വേണമല്ല അവിടെ വലിച്ചു കയറുമായിരിക്കും, അതിന് മുകളിലുള്ള ഉമ്മൻചാണ്ടി ഇവിടെ ആരും വലിച്ചു കയറും. അതെ, മാത്രമല്ല ഏതൊരു കോൺഗ്രസ് നമ്മൾ എത്രയൊക്കെ വിമർശനങ്ങൾ കേട്ടാലും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിത്രം എത്ര വിമർശനം ഉണ്ടെങ്കിലും ഇപ്പോൾ എത്ര വിമർശനം ഉന്നയിച്ചാലും എത്ര രീതി കേട്ട് കഴിഞ്ഞാലും അതിൽ കൈവെക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. കാരണം അതൊരു കോൺഗ്രസ്സുകാരുടെ ഒരു വികാരം ഉള്ളിൽ അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിന്റെ ചിത്രം വലിച്ചു കീറുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ, തിരുവനന്തപുരത്ത് ആത്മാവ ജാഥ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി, ഇതിൽ എത്ര പേര് നിങ്ങൾക്കറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെന്നാണ്. ആരുമില്ല. ഇവർ പലരും ആരാണ്? ഇവർ കതർട്ടവരല്ല, പലരും അല്ലാത്ത ആളാണ്. ഇവരൊക്കെ എവിടെ നിന്ന് വന്നു? അതുപോലെ VD സതീശൻ ഡൽഹിയിൽ കേരള ഹൗസിലെത്തും അത് സ്വീകരിക്കാനെത്തി MSFകാരാണ്. അപ്പം ഈ പൊതുജനം എന്ന് പറയുമ്പോൾ പൊതുജനം എന്ന് പറയുമ്പോൾ എല്ലാവരും വരുമല്ലോ. ഇപ്പോൾ VS വിഷയം വന്നപ്പോൾ 2006 VS സീറ്റ് നിഷേധിച്ചപ്പം ശരിക്കും പൊതുജനം തന്നെയാണ് തെരുവ് ഇറങ്ങിയത്.
അത് CPM-കാർ മാത്രമെന്ന് പറയാൻ പറ്റും. CPM-ൽ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ മാത്രമല്ല, പൊതുജനങ്ങളും ഇഷ്ടംപോലെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം ഇത് ആത്യന്തികമായി വി ഡി സതീശന് കോടാലിയായി മാറുമെന്ന് സംശയമുണ്ട്. ഇപ്പോൾ അവസാന നിമിഷം മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാം തന്നെ ഡൽഹിക്ക് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പിന്നെ അതുപോലെ M.M. ഹാസൻ അവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുകൊണ്ടൊരു വിളിപ്പിച്ചിട്ടുണ്ട്. ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഇതിനിടയിൽ ബാക്കിയാണ്. അല്ല, അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ചർച്ച ചെയ്യുമ്പം ന്യൂസ് ടോക്കിൽ അല്ലെങ്കിലൊക്കെ പറയുന്നൊരു കാര്യമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിലെ മുഖ്യമന്ത്രി യോഗ്യനായ ഒരാളാണ്. ഇവരെല്ലാം സീനിയോറിറ്റി പറയുമ്പോൾ മുൻ ചരിത്രം നോക്കിയാൽ AK ആന്റണിയെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അതായത് അന്ന് അക്കാലത്ത് അത് വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു. 37 വയസ്സുള്ള അദ്ദേഹം മുഖ്യമന്ത്രിയായി. അപ്പൊ അതേപോലെ ഒരു ഈ പറയുന്ന ചർച്ചകളൊന്നും ഇല്ലാത്തൊരു പേര് ഒരുപക്ഷെ ഉയർന്നു വന്നാൽ അല്ല, സത്യം പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ് മത്സരിച്ചില്ല. ഇനി ഉള്ളൊരു സീനിയേഴ്സ് അവരാണ്. സീനിയോറിറ്റിയാണ് മാനദണ്ഡമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത്. പക്ഷേ തിരുവഞ്ചൂരിനേക്കാൾ മുമ്പ് MLA ആയത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയാം. ആദ്യം MLA തിരുവഞ്ചൂർ 91 ആദ്യം MLA ആയത്. പക്ഷേ പിന്നെ രമേശ് ചെന്നിത്തല 82 MLA ആയി, 86 മന്ത്രിയായി. അങ്ങനെ ഒരു സീനിയോറിറ്റി ഉണ്ട്. ചെന്നിത്തലയുടെ സീനിയോറിറ്റി നമ്മൾ അത് അക്കാര്യം നമ്മൾ അംഗീകരിക്കുന്നു 100%. പക്ഷെ അപ്പോഴും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ K മുരളീധരനില്ലേ, അങ്ങനെയാണ് KPCC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ. സാധാരണഗതിയിൽ കേരളത്തിൽ KPCC പ്രസിഡന്റ് ആയിരുന്ന ആൾ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൻ്റെ മന്ത്രിയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതാണ് പണ്ടത്തെ പതിവ്. KPCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ് നേരെ മുഖ്യമന്ത്രിയായത്. അതങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ K മുരളീധരൻ ഒന്നും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ ആപ്പളി 3 പേരിലേക്ക് ഒതുങ്ങുമ്പോൾ ഇവരെക്കാളും സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്കൊപ്പം തന്നെ കണക്കാക്കാൻ പറ്റുന്ന ആരെല്ലാം വേറെയുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമല്ലേ. അത് ACC നേതൃത്വം എന്നുള്ളത് കണക്കാക്കുന്നില്ല. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊക്കെ കണക്കാക്കുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ഒരാളുടെ സീനിയോറിറ്റിയും പ്രധാനപ്പെട്ട മണ്ഡലം ഏതാണ്, അവരോട് മത്സരിക്കുന്നത് എന്തായിരിക്കും, അപ്പോൾ വളരെ കൃത്യമായ കണക്കൂട്ടലോടുകൂടി എന്താണ് ഹൈക്കമാൻഡ് എന്നൊരു മനസ്സിലായിട്ടുണ്ട് എത്തണം. അല്ല ഇക്കൊല്ലം എന്നെങ്കിലും ഞാൻ പണ്ട് പോലെ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഹൈക്കമാൻഡ് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായി. ഹൈക്കമാൻഡ് ആരാണ്, എന്താണ് ഹൈക്കമാൻഡ്, ആർക്കും അറിയില്ല. പണ്ട് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കൊള്ളപ്പോൾ ഹൈക്കമാൻഡ് ഉണ്ടെന്ന് പറയാം, ഒരു അവർക്ക് തന്നെ ആയിരിക്കും. ഇപ്പോൾ ആരാണ് ഹൈക്കമാൻഡ് എന്ന് നമുക്കറിയില്ല. അന്ന് അതിശക്തന്മാരായ നേതാക്കന്മാർ അർജുൻ സിംഗ്, പ്രണബ് മുഖർജി, ബൂട്ടാ സിംഗ്, അങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് നീണ്ട ലിസ്റ്റാണ്. കരുണാകരനൊക്കെ ഉണ്ട്. അന്ന് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയായിരുന്നു? അതാണ് ഹൈക്കമാൻഡ് തന്നെയാണ്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും മൂപ്പനാരെ അല്ലെങ്കിൽ ഗുലാം നബി ആസാദിനെ പ്രശ്നം തീർക്കാൻ പറഞ്ഞു പരിഹരിച്ചിട്ടേ പോകുള്ളവർ. ഇത് വന്നവർ തല എണ്ണീറ്റ് അങ്ങ് പോയി. ഇനി എന്നിട്ട് 3 പേരെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഇനി എനിക്കൊന്നും ഇവരെയും കൂടെ വിളിപ്പിക്കുകയായിരിക്കും ചിലപ്പം. ഈ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന എന്ന് പറയപ്പെടുന്ന 3 പേരെയും കൂടെ 1 വിളിക്കുക. ഒരാൾ ഡൽഹി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. KC മറ്റു 2 പേരും ഇവിടെ നിന്ന് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ VM സുധീറിൻ്റെ പേരിൽ കാണുന്നില്ല. ഒരു അദ്ദേഹം വിളിച്ചാണ് വരിക, അദ്ദേഹം ചിലപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ ആകാനാണ് സാധ്യത. ഏതായാലും അവസാന നിമിഷത്തെ ഈ ഒരു ഡൽഹിയിലേക്കുള്ള ഈ ക്ഷണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുകയാണ്. നാളെ അടുത്ത 8-9 ദിവസമാണ്. അതെ, ഇതൊരു നല്ല ദിവസം. ഈ എത്രയും വേഗം പിണറായി ഭരണം ഇവിടുന്ന് അടിച്ചു ഓടിക്കണമെന്നുള്ള ജനങ്ങളുടെ ചിന്തയെന്നാണ് അവരെല്ലാവരും കൂടെ ഈ അതിരാവിലെ അവിടെ ക്യൂ ഒന്ന് വോട്ട് ചെയ്തത്. സത്യമായി ഞാൻ പറഞ്ഞില്ല, കോട്ടയം പോയപ്പോൾ ഞാൻ അതിരാവിലെയാണ് പോയത്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ നീണ്ട ക്യൂ ആണ് അതിരാവിലെ. ഈ ഇലക്ഷൻ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തിയതാണ്. അപ്പോൾ തന്നെ സാമാന്യം നല്ല ക്യൂ ഉണ്ട്. ഞാൻ വോട്ട് ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ ആളൊക്കെ രാവിലെ വന്നു എല്ലാവരും. അതിൻ്റെ പ്രധാന കാര്യം ഈ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ പിണറായി ഭരണത്തെ ഇവിടെ നിന്ന് ചവിട്ടി കൂട്ടിയെടുത്ത് വെളിയേറിയണമെന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ട് സാധാരണക്കാരെ മനുഷ്യരൊന്ന് വോട്ട് ചെയ്തതാണ്. അവരോട് നീതി കാണിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പൊതുവെ ഉള്ള സംസാരം. ഇതിലും ഭേദം പിണറായി എന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച പിണറായിക്ക് മോശം തിങ്കളാഴ്ച ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ തിങ്കളാഴ്ച കോൺഗ്രസിന് മോശം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം ചിത്രമുണ്ട്, പത്മരാജ സമ്മേളനം, മനോഹരമായ സിനിമയാണ്. തിങ്കളാഴ്ച നല്ലത് ഞാൻ കരുതി സത്യം പറഞ്ഞുണ്ടായിരിക്കും എന്നാണ്. തിങ്കളാഴ്ച നല്ലൊരു ദിവസമാണ് എന്ന് കണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇത് എന്താണെന്നാണ് ഈ മനസ്സിലാവുന്നത്. ഇതിലിനിയും പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. കാരണം മെയ് ഇത്ര ദിവസം പിന്നിട്ടു, ജൂണിൽ സ്കൂൾ തുറക്കണം, സുപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കേണ്ട സാഹചര്യം. അതെ, തീർച്ചയായും. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു സമയം അടുത്ത് നിൽക്കുക. അപ്പോൾ വകുപ്പ് തീരുമാനിക്കുക, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, വകുപ്പ് തീരുമാനിക്കുക, കാര്യങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് നീക്കുക എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവര് ഇതിൽ രാഷ്ട്രീയം മാത്രം കണ്ട് നമുക്ക് ഈ വിഷയത്തെ ഒരിക്കലും ഒതുക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രം കണ്ട് സംസാരിക്കാൻ കഴിയില്ല. ഇതില് ഇങ്ങനെയും കുറെ വശങ്ങൾ കൂടിയുണ്ട്. അതും കാണാതിരിക്കാൻ പറ്റില്ല. അല്ല, അത് ഈ പണ്ടൊക്കെ കോൺഗ്രസ് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കോൺഗ്രസ് അല്ലേ ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ ചിന്ത ഇനിയെങ്കിലും അവർ മാറ്റണം.
കാര്യം ജനങ്ങളെക്കുറിച്ച് കൂടെ ചിന്തിക്കണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കണ്ട ജനങ്ങൾ ബുദ്ധിപൂർവ്വമാണ് വോട്ട് ചെയ്തത്. അതെ. ഈ ജയിപ്പിക്കേണ്ടാത്തവരെ ജയിപ്പിച്ചിട്ടില്ല അവർ. അതിന് ഉദാഹരണം ടി എം പ്രതാപനും അൻവറും തോറ്റത്. അതെ. അതുപോലെ ടി കെ ഗോവിന്ദനും ജി സുധാകരനും അതുപോലെ മറ്റേ നമ്മുടെ പയ്യന്നൂരിൽ അദ്ദേഹമൊക്കെ ജയിച്ചത് ആൾ ചിന്തിച്ചുകൊണ്ടാണ്. ചിന്തയില്ലാത്തവരായിരുന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യില്ലായിരുന്നു, പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളായിരുന്നു. ചിന്തിച്ച് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് 100% നമുക്ക് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു ഫലത്തിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തില്ല. ഇങ്ങനെ ചുമ്മാ ചർച്ച നീണ്ടു പോകുമ്പോൾ ജനത്തിനെ ജനത്തിനെ വെറുപ്പിക്കുന്നതായി പോകും. പിന്നെ അതെ, ജനങ്ങളെ, അതായത് ശക്തമായ കോട്ടകൾ പലതുമാണ് ഇളകിയത്. അത് ജനത്തിന് അതുപോലെ വെറുപ്പ് അവരുടെ മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചത് കൊണ്ട്. അപ്പോൾ കോൺഗ്രസും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജനം മാറി ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം, ഇപ്പോൾ അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. മലപ്പുറത്ത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പോലെയാണ് മലപ്പുറത്ത് ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ. അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ സ്വാഭാവികം മാത്രമാണ്. കാരണം ഈ ജയിച്ചിപ്പോൾ നിയുക്ത MLA മാർക്ക് പോലും മണ്ഡലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്.